നമസ്കാരം. കളരിപ്പയറ്റെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വടക്കം പാട്ടുകളും ഉടുക്കും ഉറുമിയുമൊക്കെ ആവാം. എന്നാൽ അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായി വേഗതയിലും ചുവടിലും അതിശയിപ്പിക്കുന്ന മറ്റൊരു രീതിയുണ്ട് തെക്കൻ കളരി. ദക്ഷിണ കേരളത്തിലും തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള ഈ ആയോധന കല കേവലം ഒരു യുദ്ധമുറ മാത്രമല്ല, അതൊരു ജീവിത ശൈലി കൂടിയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തെക്കൻ കളരിയുടെ ചരിത്രവും പ്രത്യേകതകളും അടുത്തറിയാം. തെക്കൻ കളരിയുടെ ഉത്ഭവം അഗസ്ത്യമുനിയിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അഗസ്ത്യമുറയെന്നും വിളിക്കാറുണ്ട്. വടക്കൻ കളരി പരശുരാമന്റെ ശിഷ്യന്മാരിലൂടെ പ്രചരിച്ചതാണെങ്കിൽ തെക്കൻ കളരി സിദ്ധവൈദ്യത്തിലും മർമ്മവിദ്യയിലും അധിഷ്ഠിതമാണ്. ചുവട് എന്ന അടിസ്ഥാന പാദങ്ങളിലൂടെയാണ് ഒരു അഭ്യാസി തന്റെ പ്രയാണം തുടങ്ങുന്നത്. തെക്കൻ കളരിയെ മറ്റ് ആയോധന കലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നാമതായി മർമ്മവിദ്യ. ശരീരത്തിലെ 108 മർമ്മങ്ങളെക്കുറിച്ചും അവയിലുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും തെക്കൻ കളരി കൃത്യമായ അറിവ് നൽകുന്നു. അടുത്തതായി വെറുംകൈ പ്രയോഗങ്ങൾ. ആയുധങ്ങളെക്കാൾ ഉപരിയായി ശരീരം തന്നെ ഒരു ആയുധമാക്കി മാറ്റുന്ന വിദ്യയാണ്. ശത്രുവിനെ തളയ്ക്കാൻ വെറും കൈ കൊണ്ടുള്ള അടവുകൾക്ക് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. അടുത്തത് ചുവടുകളാണ്. വട്ടച്ചുവട്, നീക്കച്ചുവട്, അങ്കച്ചുവട് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള ചുവടുകൾ ഇതിന് അടിസ്ഥാനമാണ്. തെക്കൻ കളരിയും വടക്കൻ കളരിയുമായുള്ള പ്രധാന വ്യത്യാസം എന്തെന്നാൽ, വടക്കൻ കളരിയിൽ മെയ്പ്പയറ്റിനും ശരീരത്തിന്റെ വഴക്കത്തിനുമാണ് മുൻഗണനയെങ്കിൽ തെക്കൻ കളരിയിൽ ശരീരത്തിന്റെ ഉറപ്പിനും നേരിട്ടുള്ള പ്രഹരങ്ങൾക്കുമാണ് പ്രാധാന്യം. വടക്കൻ ശൈലി മനോഹരമായ ചലനങ്ങൾ കൊണ്ട് സമ്പന്നമാണെങ്കിൽ തെക്കൻ ശൈലി വളരെ വേഗതയേറിയതും പ്രായോഗികമായ പ്രതിരോധ മുറകളുമാണ് കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ കാലത്ത് തെക്കൻ കളരി പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പെട്ടെന്നുണ്ടാകുന്ന അക്രമങ്ങളെ നേരിടാൻ ഇത് സഹായിക്കുന്നു. ശ്വസനവും ചലനങ്ങളും ഏകോപിപ്പിക്കുന്ന വഴി മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പേശികൾക്ക് ബലവും ശരീരത്തിന് നല്ല ആകൃതിയും ലഭിക്കും. കേരളത്തിന്റെ ഈ മഹത്തായ പാരമ്പര്യം നാം സംരക്ഷിക്കേണ്ടതുണ്ട്. ആത്മവിശ്വാസവും ആരോഗ്യവും ഒരുപോലെ നൽകുന്ന ഈ വിദ്യ പുതിയ തലമുറയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിങ്ങൾ ആരെങ്കിലും തെക്കൻ കളരി പരിശീലിക്കുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.